ഡോക്ടർ ലവ് എന്നറിയപ്പെടുന്ന അമേരിക്കൻ എഴുത്തുകാരനും പ്രഭാഷകനുമായ ലിയോ ബസ്കാഗ്ലിയ ഒരിക്കൽ തൻ്റെ ഒരു അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഒരു സുഹൃത്തിൻ്റെ മരണവീട്ടിൽ അദ്ദേഹം പോയി. അവിടെ എത്തിയ പലരും പതിവ് പോലെ പല കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ഒരാൾ മരണകാരണം അന്വേഷിക്കുന്നു, മറ്റൊരാൾ അവസാന ദിവസങ്ങളിലെ സംഭവങ്ങൾ ചോദിക്കുന്നു, ചിലർ സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്നാൽ പരേതൻ്റെ ഭാര്യയായ വയോധിക മാത്രം ശവപ്പെട്ടിക്കരികിൽ നിശബ്ദമായി ഇരിക്കുകയായിരുന്നു. ബസ്കാഗ്ലിയ അവരുടെ അടുത്തു ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ കിടക്കുന്നത് ഒരു മൃതദേഹമല്ല, 50 വർഷം എൻ്റെ ജീവിതത്തോടൊപ്പം നടന്ന മനുഷ്യനാണ്. മറ്റുള്ളവർ ഒരു മരണമാണ് കാണുന്നത്, ഞാൻ നഷ്ടപ്പെട്ട ഒരു ലോകമാണ് കാണുന്നത്. ആ വാക്കുകൾ അദ്ദേഹത്തെ ആഴത്തിൽ സ്പർശിച്ചു. പിന്നീട് അദ്ദേഹം എഴുതി, മനുഷ്യർ പലപ്പോഴും മരണത്തെ കാണുന്നു, പക്ഷേ മരണത്തിൻ്റെ പിന്നിലെ ജീവിതത്തെ കാണുന്നില്ല. ഇന്ന് നാം പല മരണവീടുകളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ദുഃഖം പങ്കിടാൻ വരുന്നതിലുപരി ചിത്രം പകർത്താനും വീഡിയോ എടുക്കാനും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനുമാണ് പലരും കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. കണ്ണീർ പോലും ചിലപ്പോൾ കണ്ടൻ്റായി മാറുന്നു. പക്ഷേ ഒരു നിമിഷമൊന്ന് ചിന്തിച്ച് നോക്കൂ. അവിടെ കരയുന്ന ആ അമ്മയ്ക്ക് അതൊരു വീഡിയോ ഫ്രെയിം അല്ല, ജീവിതത്തിൻ്റെ ഒരു ഭാഗം തകർന്നു വീഴുന്ന നിമിഷമാണ്. അവിടെ നിൽക്കുന്ന ആ മകന് അതൊരു പോസ്റ്റല്ല, ഇനി ഒരിക്കലും തിരികെ ലഭിക്കാത്ത ഒരു ശബ്ദത്തിൻ്റെ നിശബ്ദതയാണ്. അവിടെ ഇരിക്കുന്ന ഭാര്യയ്ക്ക് അതൊരു ചടങ്ങല്ല, പതിറ്റാണ്ടുകളുടെ സഹയാത്ര അവസാനിക്കുന്ന നിമിഷമാണ്. അതുകൊണ്ട് മരണവീട്ടിൽ പോകുമ്പോൾ ഒരു കാര്യം മാത്രം ഒന്ന് ഓർക്കുക. അവിടെ ഏറ്റവും വില കൂടിയ വസ്തു നിങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ നിങ്ങളുടെ മൊബൈൽ ഫോണോ നിങ്ങളുടെ ക്യാമറയോ അല്ല, നിങ്ങളുടെ സാന്നിധ്യമാണ്. ചില ദുഃഖങ്ങൾ ചിത്രീകരിക്കപ്പെടേണ്ടതല്ല, ചില വേദനകൾ ലൈവ് ചെയ്യപ്പെടേണ്ടതല്ല. ചില നിമിഷങ്ങളിൽ ക്യാമറ താഴ്ത്തി മനുഷ്യനായി നിൽക്കുന്നതാണ് ഏറ്റവും വലിയ ആദരാഞ്ജലി. കാരണം മരണവീട് ഒരു ലൊക്കേഷനല്ല, ഒരു മനുഷ്യജീവിതത്തിൻ്റെ അവസാന അധ്യായമാണത്. അവിടെ ആവശ്യമുള്ളത് ലൈക്കുകളല്ല, കരുണയാണ്. ഒരു കാലത്ത് മരണവീടുകൾക്ക് പ്രത്യേകമായ ഒരു നിശബ്ദതയുണ്ടായിരുന്നു. വീട്ടുമുറ്റത്തെ ആളുകൾ പതുക്കെ സംസാരിക്കും. ആരെങ്കിലും ഒന്ന് ഉച്ചത്തിൽ ചിരിച്ചു പോയാൽ മറ്റൊരാൾ കണ്ണുകൊണ്ട് തന്നെ ശാസിക്കും. വാക്കുകളേക്കാൾ മൗനം കൂടുതൽ സംസാരിച്ചിരുന്ന ഇടങ്ങളായിരുന്നു മരണവീടുകൾ. പക്ഷെ ഇന്ന് ചില മരണവീടുകളിൽ കയറുമ്പോൾ തോന്നും, ഇതേതെങ്കിലും സിനിമയുടെ ലൊക്കേഷനാണോ എന്ന്. പ്രശസ്ത ഇറ്റാലിയൻ എഴുത്തുകാരനും ചിന്തകനുമായ ഉംബർട്ടോ എക്കോയുടെ ഒരു നിരീക്ഷണമുണ്ട്. സോഷ്യൽ മീഡിയ എല്ലാവർക്കും സംസാരിക്കാനുള്ള വേദി നൽകിയെങ്കിലും എപ്പോൾ സംസാരിക്കണം, എപ്പോൾ നിശബ്ദനാകണം എന്ന വിവേകം അത് നമ്മെ പഠിപ്പിച്ചില്ല. സാങ്കേതിക വിദ്യ വളർന്നു, പക്ഷേ ഔചിത്യബോധം അത്ര വേഗത്തിൽ വളർന്നില്ല. സോഷ്യൽ മീഡിയ തരംഗം ഇത്രമാത്രം വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നടത്തിയ ഈ നിരീക്ഷണം ഇന്ന് കൂടുതൽ അനുഭവവേദ്യമാകുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ്. സ്വന്തം ജീവിതം ആസ്വദിക്കുന്നത് മറ്റൊരാളെ വിഷമിപ്പിച്ചുകൊണ്ടാകരുത് എന്നതാണ് തൻ്റെ ജീവിത നിലപാടെന്ന് പറഞ്ഞ ചലച്ചിത്രതാരം സലിം കുമാറിൻ്റെ മരണാനന്തര ചടങ്ങുകളിൽ കുറേ മനുഷ്യർ രംഗബോധമില്ലാത്ത കോമാളികളായപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ട് നാം കണ്ടതാണ്. മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ അറിവിലല്ല, മറ്റുള്ളവരുടെ വേദന തിരിച്ചറിയുവാനുള്ള അവൻ്റെ കഴിവിലാണെന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വാക്കുകൾ നമ്മെ നയിക്കട്ടെ. മറ്റൊരാളുടെ ദുഃഖത്തിന് മുന്നിൽ നിശബ്ദനാകാൻ കഴിയുക പോലും ഒരു വലിയ സംസ്കാരമാണ്. മരണവീട് എന്നത് വാർത്ത ശേഖരിക്കുവാനുള്ള സ്ഥലമല്ല, അത് ബന്ധങ്ങളുടെ അവസാന അധ്യായം എഴുതപ്പെടുന്ന ഇടങ്ങളാണ്. അവിടെ ഏറ്റവും വലിയ സ്റ്റാറ്റസ് അപ്ഡേറ്റ് നമ്മുടെ പോസ്റ്റല്ല, നമ്മുടെ സാന്ത്വന സ്പർശമാണ്. ഏറ്റവും നല്ല കമൻറ്റ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നതല്ല, നമ്മളിൽ നിന്ന് ഉതിരുന്ന ആശ്വാസവാക്കുകളാണ്. ജീവിതത്തിലെല്ലാം പകർത്താൻ ക്യാമറ മതി, പക്ഷേ ഒരു മനുഷ്യൻ്റെ വേദന പകർത്താൻ ക്യാമറയല്ല, ഹൃദയമാണ് വേണ്ടത്.
അതിനാൽ അടുത്ത തവണ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ ഒരു ഫോട്ടോ കുറച്ചെടുത്താലും പ്രശ്നമില്ല, ഒരു വാക്ക് കുറച്ച് പറഞ്ഞാലും പ്രശ്നമില്ല, ഒരു നിമിഷം കൂടുതൽ മനുഷ്യനാകാൻ ശ്രമിക്കാം. നല്ല ദിവസം ആശംസിക്കുന്നു.